യുഗോസ്ലോവിയയോടും സെർബിയൻ സൈന്യത്തോടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ക്രൊയേഷ്യൻ മണ്ണിലാണ് അയാൾ ജനിച്ചത്. 5-ാം വയസ്സിൽ ആട്ടിടയനായാണ് കരിയർ തുടങ്ങുന്നത്. സെർബിയ മുതലാൽ കൊല്ലപ്പെട്ട മുത്തച്ഛന്റെ ഓർമ്മയും പേറി നാട് വിടേണ്ടി വരുന്നതും അഭയാർത്ഥി ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നതും കുട്ടിക്കാലത്തെ ട്രാൻസ്ഫറുകളായിരുന്നു. തൂക്കുകൾക്കിടയിൽ സന്തോഷങ്ങളെല്ലാം ചിന്നിച്ചിതറിയ ചൈൽഡ്ഹുഡിന് കാൽപന്തായിരുന്നു ഏക ആശ്വാസം. ആരോഗ്യമില്ലെന്ന പേരിൽ ആദ്യകാലത്ത് തഴയപ്പെട്ട മിഡ്ഫീൽഡറെ 16-ാം വയസ്സിൽ ഡൈനമോ സാഗ്രബ് സൈൻ ചെയ്യുന്നുണ്ട്. വൈകാതെ യൂറോപ്യൻ സ്കൗട്ട്സിന്റെയും ക്രൊയേഷ്യൻ ജനതയുടെയും പ്രതീക്ഷയായി അയാൾ മെല്ലെ പന്ത് തട്ടി തുടങ്ങി. അങ്ങനെ യൂറോപ്പിൽ കാഠിന്യമേറിയ പ്രീമിയർ ലീഗിൽ ടോട്ടനം ഹോട്ട്സ്പറിലേക്ക് ഒരു കൂടുമാറ്റം. ഒരു പതിഞ്ഞ തുടക്കത്തിൽ നിന്നും അയാൾ മെല്ലെ യൂറോപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരായി മാറുന്നുണ്ട്. പക്ഷേ 2012-ൽ സച്ചൽ റയൽ മാഡ്രിഡ് സൈൻ ചെയ്തപ്പോൾ ലോസ് ബ്ലാങ്കോസിന്റെയും ലാലിഗയുടെയും തന്നെ ചരിത്രത്തിലെ ഏറ്റവും മോശം ട്രാൻസ്ഫർ എന്ന് പലരും അതിനെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ തൂക്കുകളെ വകഞ്ഞു മാറ്റി ഓടിയ ബാല്യമുള്ള അയാൾ കൽപ്പന്ത് മൈതാനത്ത് എന്തിനു വയക്കണം? വൈകാതെ അയാൾ റയലിന്റെയും ക്രൊയേഷ്യയുടെയും മിഡ്ഫീൽഡിലെ ഒരു അനിവാര്യതയായി മാറുന്നുണ്ട്. ഫ്രം ദ വേസ്റ്റ് എവർ ട്രാൻസ്ഫർ ടു ദ ബെസ്റ്റ് എവർ ഇൻവെസ്റ്റ്മെന്റ്. 2018-ൽ ക്രൊയേഷ്യ അവരുടെ ആദ്യത്തെ വേൾഡ് കപ്പ് ഫൈനൽ കാണിച്ച ക്യാപ്റ്റൻ തന്നെയായിരുന്നു ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയർ. എന്തിനേറെ, മെസ്സിയും റൊണാൾഡോയും മാത്രം വർഷങ്ങളോളം മാറി മാറി മത്സരിച്ച് വാങ്ങിയിരുന്ന ബാലൻഡ്യൂറിന്റെ സ്പെല്ല് ആദ്യമായി തകർന്നത് ഈ ക്രൊയേഷ്യക്കാരന്റെ മുന്നിലാണെന്നത് 21-ാം നൂറ്റാണ്ടിലെ കൗതുകമാണ്. ഈ 40കളിലും എസി മിലാൻ ജേഴ്സിയിൽ കളം നിറയുന്ന ലൂക്ക മോഡ്രിച്ചിന്റെ കഥയാണിത്. ഫ്രം ഹേർഡിംഗ് ഗോഡ്സ് ടു ഹേർഡിംഗ് മിഡ്ഫീൽഡ്.